ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കളുടെ വീട്ടിലെത്തിയിരുന്നോ ഈ നേതാക്കൾ ഗൃഹസന്ദർശന പരിപാടിക്ക്? ഇല്ല സാർ, ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും, വീടിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഗൃഹസന്ദർശന പരിപാടി നടത്തിയതായിട്ട് എന്റെ അറിവിലും ശ്രദ്ധയിലില്ല. ശരി, ഓക്കെ. എന്നാലും താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഗൃഹസന്ദർശനം കൊണ്ട് ജനങ്ങൾക്ക് പറയാനുള്ളത് കേട്ട് ഒരു തിരുത്തലിനുള്ള സമയമൊക്കെ ഇനി ഉണ്ടോ? എന്നെ സംബന്ധിച്ച് ഒരു വ്യത്യസ്ത ആംഗിളിലാണ് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ പറയുന്നത് കേൾക്കാനല്ല നേതാക്കന്മാർ വരേണ്ടത്, നേതാക്കന്മാർ പറയുന്നത് കേൾക്കാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഈ വർഷക്കാലം ഇത്രയും കാലം ഭരിച്ചിട്ട് ഞങ്ങൾക്ക് വല്ല തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം തിരുത്തി, സ്വയം കണ്ടുപിടിച്ച് അത് ജനങ്ങളോട് പറയണം. ഇന്ന വിഷയങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതിന്റെ പേരിൽ അതിന്റെ പോരായ്മകൾ തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ മാത്രം ഈ സർക്കാർ 100 സീറ്റ് നേടി വിജയിക്കുന്ന ഒരു പക്ഷം എനിക്കുണ്ട്. ഒന്ന് വേണമെങ്കിൽ ഒരു 3-4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ ഗവൺമെന്റിനെ ഉപദേശിക്കുന്നവരിൽ ചിലരെങ്കിലും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, ആരെങ്കിലും വല്ല ശത്രുക്കൾ കയറി ഇവിടെ മുൻപന്തിയിൽ ഇരിപ്പുണ്ടാവാവോ ദൈവമേ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും തെറ്റായിട്ടാണ് നടപ്പിലാക്കണേ. എന്നിട്ട് അതിനെ സെക്രട്ടേറിയറ്റോ ഒരു തലത്തിലും ഒരു മനുഷ്യൻ കുഞ്ഞ് ചോദ്യം ചെയ്യണില്ല. അതാണ് ഈ ഒരു വിഷയമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ 3 കാര്യം ഞാൻ ഉദാഹരണം പറയാം. ഒന്ന്, നമ്മുടെ ചെടിച്ചട്ടിയുടെ വിഷയത്തിൽ വേണമെങ്കിൽ പറയാമായിരുന്നു. അതൊന്നും പാർട്ടിക്കാർ കൈകാര്യം ചെയ്യേണ്ട, നമ്മൾ ശമ്പളം കൊടുത്ത് ഇവിടെ യൂണിഫോമും കൊടുത്ത് ഇവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടായേനെ. അപ്പൊ ആ ഒരു കാര്യം. അതുപോലെ ശബരിമല വിഷയത്തിൽ തെറ്റ് പറ്റിപ്പോയി, ഒരു ചെറിയ തെറ്റ് പറ്റി, ഇനി അത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ബസ് അന്തിപ്പാതിര നേരത്ത് തടഞ്ഞു നിർത്തിയതിൽ ഒരൊറ്റ കുഞ്ചും ഇന്നേ വരെ അത് തെറ്റായി പോയി എന്ന് പറഞ്ഞതായിട്ട് ഞാൻ എന്റെ അറിവിലില്ല. എന്തുകൊണ്ടാണ് അത് തോന്നാത്തത്? അതിപ്പോൾ കേസും കോടതിയായിട്ട് നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് അപ്പം തന്നെ പറഞ്ഞു തീർക്കാൻ ചെറിയ വിഷയമല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നേതാക്കന്മാരുടെ നിലപാടാണ് ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങളുടെ നിലപാട് ശ്രദ്ധിക്കാനായിട്ട് നേതാക്കന്മാർ വരുന്നതിന് ഭേദം നേതാക്കന്മാരുടെ നിലപാട് ജനങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു. അതൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ വരുന്നു, ടിവിയിൽ വരും, ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ജനങ്ങൾ വോട്ടും ചെയ്യും, സർക്കാർ പ്രസിഡന്റിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം പഠിച്ചു തന്നെ പറയുന്ന അഭിപ്രായം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ വിജയകുമാറാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഗൃഹസന്ദർശന പരിപാടി കൊണ്ട് അത് CPM-ന്റെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കെങ്കിലും ഉള്ള എതിർപ്പ് അത് കുറഞ്ഞ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? സാറേ നമസ്കാരം, ഞാനൊരു പുതിയ പ്രേക്ഷകനാണ്, കൊല്ലം ബാരിപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും സ്ഥിരമായി വിളിക്കൂ. വിളിക്കാം. എന്ത് ചെയ്യുന്നു ശ്രീ വിജയകുമാർ? ഞാനൊരു അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ്, IT-യിൽ നിന്ന് അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തതാണ്. ശരി, ഏത് IT-യിലായിരുന്നു? ഞാൻ SM ട്രസ്റ്റിന്റെ IT കൊട്ടിയം, അവിടെ ഗ്രൂപ്പ് ഇൻസ്പെക്ടറായിട്ടൊക്കെ റിട്ടയർ ചെയ്തതാണ്. ശരി, പറഞ്ഞു. പിന്നെ ഇതിനെ വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും സാറേ, എന്റെ വീട്ടിലെ ഗൃഹസന്ദർശനത്തിനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട 3-4 നേതാക്കന്മാർ വന്നിരുന്നു. എന്നിട്ട് താങ്കൾ എന്താണ് പറഞ്ഞത് അവരോട്? ഞാന് ഒന്ന് പറഞ്ഞതെന്ന് പറയുന്നത്, പിന്നെ ഈ ക്ഷേമ പെൻഷനെ കുറിച്ച്. അപ്പൊ ആ വന്ന കൂട്ടത്തിൽ തന്നെ ഒരു ബാങ്ക് മാനേജർ ഉണ്ട്, സഹകരണ ബാങ്കിന്റെ 7 ശാഖ ഉള്ള ഒരു മാനേജർ ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വരെ ഈ 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.